ഹലോ ഫ്രണ്ട്സ്, മലപ്പുറം ഗാർമെൻറ്റ്സിൻ്റെ മറ്റൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള കഫ്താനി നൈറ്റിയും അതുപോലെ തന്നെ നമ്മൾ ഷാൾ നൈറ്റി, അത് 60 സൈസിലുള്ള ഷാൾ നൈറ്റിയും ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു 60 സൈസിലുള്ള ഷാൾ നൈറ്റി കൊണ്ടുവരുമെന്ന്. ഒരുപാട് പേര് നമ്മൾക്ക് കമൻറ്റിലായിട്ടും പേഴ്സണലായിട്ടൊക്കെ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കഫ്താനി നൈറ്റിയും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം കഫ്താനി നൈറ്റി ഏറ്റവും നല്ല റേറ്റിൻ്റെ കുറവിലുള്ള നൈറ്റിയാണ്. അപ്പം ഇത് GSM കുറച്ച് കുറഞ്ഞ മോഡലാണ് കേട്ടോ. അതാണ് 240 റേറ്റ്. അതുപോലെ തന്നെ നല്ല കോട്ടൺ, നല്ല അടിപൊളിയായിട്ടുള്ള നൈറ്റി തന്നെയാണ്. നല്ല ക്ലോത്താണ് കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ നല്ല അടിപൊളി കളറിൽ നല്ല അടിപൊളി ഡിസൈനിങ്ങിലാണ് കേട്ടോ വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ കുറച്ച് 200ൻ്റെ എംബ്രോയ്ഡറി വർക്കില്ല നൈറ്റി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഫോണിനൊരു ഹാങ്ങിൻ്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് ഉടനെ തന്നെ റിപ്ലൈ എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതിന് അപ്പം ഒരുപാട് പേര് കമൻറ്റിലൂടെയും അതുപോലെ തന്നെ പേഴ്സണലായിട്ട് വന്നിട്ട് ഒരുപാട് പേര് പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ വീഡിയോസ് കാണുന്ന ചില ആൾക്കാർക്ക് അറിയാം, കാരണം ഞാൻ മുന്നത്തെ വീഡിയോസിൽ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ വീഡിയോസ് കണ്ടുവരുന്ന ഒരാൾക്കറിയാം ഞാൻ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന ഒരാളാണ് എന്ന്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഡെലിവറി ഞാനിപ്പോൾ എൻ്റെ ബേബിക്ക് 3 മാസമാണ് പ്രായം ഉള്ളത്. അപ്പം എനിക്ക് അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം ബേബി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക്, അതായത് ചെറിയ ബേബീസിലുള്ള ആൾക്കാർക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടാവും. ഒരു ബേബിയെ വെച്ചുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടാവുമെന്ന് അത് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഏകദേശം എല്ലാവർക്കും അറിയാം. അപ്പം അത് നിങ്ങൾ ഇപ്പോൾ വീഡിയോസ് പുതുതായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് അറിയില്ല അതിനെക്കുറിച്ചൊന്നും. അപ്പോൾ അവരത് പബ്ലിക്കിൽ വന്നിട്ടും അതുപോലെ പേഴ്സണലായിട്ട് വന്നിട്ട് ഒരുപാട് വഴക്ക് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അത് കുഴപ്പമില്ല, എനിക്ക് അവരുടെ അവസ്ഥകൾ എനിക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ അവസ്ഥ മനസ്സിലാക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം എൻ്റെ ബുദ്ധിമുട്ടുകൾ അത് എൻ്റെ പേഴ്സണൽ കാര്യമാണ്. ഞാനത് പബ്ലിഷ് ചെയ്ത് പറയണമെന്ന് വിചാരിച്ച കാര്യമല്ല. പക്ഷേ എനിക്ക് ചില മെസ്സേജുകൾ കാണുമ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അതുപോലെ തന്നെ പിന്നെ ഇന്ന് ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, ഞാൻ എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും നിങ്ങളെ മെസ്സേജിനൊക്കെ ഞാൻ റിപ്ലൈ തരാണ്ടിരിക്കില്ല. ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, കുറച്ച് വൈകിട്ടാണെങ്കിലും ഞാൻ മെസ്സേജിന് റിപ്ലൈ തരാണ്ടിരിക്കില്ല എന്ന്. പിന്നെ എനിക്ക് മെസ്സേജ് എന്ന് പറയുന്നത് ഞാൻ വരുന്നതിനനുസരിച്ചാണ് റിപ്ലൈ തരുന്നത്. അതായത് ഞാൻ ആദ്യം ആരാണോ മെസ്സേജ് അയച്ചത് താഴെ ഭാഗത്ത് നിന്നാണ് ഞാൻ മെസ്സേജിന് റിപ്ലൈ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ആദ്യം മെസ്സേജ് അയക്കുന്ന ആൾക്കാർ വീണ്ടും എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ടും മെസ്സേജിന് റിപ്ലൈ കാണാതാവുമ്പോൾ വീണ്ടും മെസ്സേജ് അയക്കുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി മുകളിലേക്ക് കയറി പോകും. അപ്പോൾ എനിക്ക് ഈ താഴോട്ടുനിന്ന് പിന്നെ അവർ മെസ്സേജ് അയച്ച ആൾക്കാരെ വീണ്ടും ഇങ്ങനെ അതായത് താഴത്തുനിന്ന് മെസ്സേജ് അയക്കുമ്പോൾ ഈ വീണ്ടും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർ മുകളിലേക്ക് പോകും. അപ്പോൾ എനിക്ക് അവർക്ക് മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ അവർ അപ്പം തന്നെ ഇട്ട ആൾക്കാരായിരിക്കും സ്ക്രീൻഷോട്ട്, പക്ഷേ ഞാൻ താഴത്തുനിന്നാണ് മെസ്സേജിന് റിപ്ലൈ കൊടുത്ത് വരിക. അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ എനിക്കൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പിന്നെ റിപ്പീറ്റ് ചെയ്ത് മെസ്സേജ് അയക്കേണ്ട. ഞാൻ മെസ്സേജിനനുസരിച്ചാണ് റിപ്ലൈ തരിക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ആ മെസ്സേജിന് വേണ്ടി വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം അടുത്ത മെസ്സേജ് അയച്ചാൽ മതി. മറ്റേത് നിങ്ങൾ വീണ്ടും ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് മെസ്സേജ് മുകളിലേക്ക് പോകുമ്പോൾ എനിക്കതിന് ആ അരമണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ഇടവേളയ്ക്ക് എനിക്ക് മെസ്സേജിന് റിപ്ലൈ തരാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് സാധനം പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്നെ കുറ്റം പറയരുത് കേട്ടോ. അപ്പം അതുപോലെ തന്നെ പിന്നെന്ന് പറയുന്നത് നൈറ്റിനെ കുറിച്ച് തന്നെ നമ്മൾ മുന്നേ കാണിച്ചിരിക്കുന്ന സൈസ് 56 ഇഞ്ചിൽ തന്നെ 240 റേറ്റ് ഉള്ളതായിരുന്നു. അത് ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് GSM കുറച്ച് കുറവുള്ള ടൈപ്പാണ്, അതുകൊണ്ടാണ് 240 റേറ്റ്. ഇതെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ക്ലോത്തിൽ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള നൈറ്റിയാണിത്. പ്രിൻ്റ് ടൈപ്പാണ്, പക്ഷെ നല്ല അടിപൊളിയാണ്. പെട്ടെന്ന് പോകുന്ന ടൈപ്പല്ല കേട്ടോ. അത് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് പോകുന്ന ടൈപ്പല്ല. അതിന് 270 റേറ്റ് വരുന്നത് കേട്ടോ. ഇതതുപോലെ തന്നെ സൈസ് 60 ഇഞ്ചിൽ വരുന്ന ഷാൾ നൈറ്റിയാണ്. ഇത് പ്രൈസ് വരുന്നത് 360 രൂപയാണ് കേട്ടോ വരുന്നത്. അപ്പം ഇതിൻ്റെ ഹോൾസെയിൽ റേറ്റ് അറിയാൻ നിങ്ങൾ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയയ്ക്കുക. നമ്മളിത് പബ്ലിഷ് ചെയ്യില്ല. അപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക കേട്ടോ. മറ്റേത് നിങ്ങൾ ചിലപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് മെസ്സേജിന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചതെങ്കിലും ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇന്നത്തെ വീഡിയോസിൽ കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത വീഡിയോസിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധനം കിട്ടും. അപ്പം നമ്മളിപ്പോൾ തുടർച്ചയായിട്ട് എന്നും ഇടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒന്നരാടം ദിവസങ്ങളിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. ചില ദിവസങ്ങളിൽ നമുക്ക് മനഃപൂർവ്വം വീഡിയോ ഒഴിവാക്കുന്നതല്ല, നമുക്ക് അതായത് സാഹചര്യം കൊണ്ട് കഴിയാത്തതുകൊണ്ടാണ് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ സാധിക്കാത്തത് കേട്ടോ. അപ്പം നിങ്ങളത് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു.
അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള നൈറ്റിയാണ്. സൈഡിൽ പ്രിൻറ്റ് വർക്ക് വരുന്ന മോഡലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ ഈ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക. അതുപോലെ തന്നെ പ്രൈസ് വരുന്നത് 360 ഹോൾസെയിൽ റേറ്റ് അറിയാൻ നിങ്ങൾ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക. അതുപോലെ തന്നെ നല്ല അടിപൊളി നൈറ്റുകളാണ്. നിങ്ങൾക്ക് സെറ്റ് പീസ് ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, സിംഗിൾ പീസ് ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. കഫ്താനി ആണെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെട്ട കളറിനനുസരിച്ച് എടുക്കാം. സെറ്റ് പീസ് ആയിട്ട് എടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾ സിംഗിൾ നൈറ്റിൻ്റെ കൂട്ടത്തിൽ തന്നെ കഫ്താനി നൈറ്റി ആയിട്ടും അങ്ങനെയൊക്കെ എടുക്കാം. അതുപോലെ തന്നെ 5 നൈറ്റിയാണ് ഇപ്പോൾ ഹോൾസെയിലായിട്ട് 5 നൈറ്റി കൊടുക്കുന്നുണ്ട്. അത് ഓഫറിൽ വെച്ചിരിക്കുകയാണ്. നോമ്പ് വരെ ഉണ്ടാവത്തുള്ളൂ. നോമ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓഫർ തീരുന്നതാണ്. പിന്നെ നമ്മൾ പുതിയ ഓഫറായിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഹോൾസെയിൽ 5 എടുത്താൽ മതി, നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിന് കിട്ടും. അതുപോലെ തന്നെ 5 എടുക്കുമ്പോൾ ഹോൾസെയിൽ റേറ്റ് കിട്ടുന്നതുകൊണ്ട് തന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ. 80 രൂപയാണ് 5 സിംഗിൾ നൈറ്റി എടുക്കുമ്പോൾ ഹോൾസെയിലായിട്ട് ഷിപ്പിംഗ് ചാർജ് വരുന്നത് 80 രൂപയാണ്. അതുപോലെ തന്നെ 4 3 2 ഒക്കെ എടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവില്ല, ഇതേ റേറ്റിന് തന്നെയായിരിക്കും കേട്ടോ കിട്ടുക. അതുപോലെ തന്നെ ഒരു നൈറ്റി എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും. കാരണം ഒരു നൈറ്റി എടുക്കുമ്പോൾ 42 രൂപയാണ് സിംഗിൾ നൈറ്റിക്ക് ഷിപ്പിംഗ് ചാർജ് ആയിട്ട് വരുന്നത്, അത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള നൈറ്റിയാണ്. സ്ക്വയർ രൂപത്തിൽ വരുന്ന നല്ല അടിപൊളി നൈറ്റിയാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഈ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോസായിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.